ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. സുവിശേഷത്തിനു വേണ്ടി ജ്വലിക്കണമെന്ന് ലിയോ 14 പാപ്പ. യേശുക്രിസ്തുവിന് സാക്ഷികളായിരിക്കുക എന്നതാണ് നമ്മുടെ കടമയെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. വത്തിക്കാൻ പോലീസ് സേനയുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് വത്തിക്കാൻ ഗാർഡനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ അർപ്പിച്ച വിശുദ്ധ ബലിക്കിടെ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. സുവിശേഷത്തിനു വേണ്ടി ജ്വലിക്കുന്ന ഹൃദയത്തിന് നാം ഉടമകളാകണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. വത്തിക്കാന്റെ സമാധാന പാലകർ എന്ന നിലയിൽ അംഗങ്ങൾ ചെയ്യുന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, മറിച്ചത് സഭയുടെ നന്മയ്ക്കു വേണ്ടിയുള്ള സേവനമാണ്, സുവിശേഷത്തിന്റെ സാക്ഷ്യമാണ്. അതിനാൽ ജീവിത മാതൃക നൽകുവാൻ ഒരിക്കലും മടി കാണിക്കരുത്. വിവേകപൂർണവും ആത്മവിശ്വാസമുള്ളതുമായ സാന്നിധ്യം അപരന് സുരക്ഷിതത്വവും കരുതലും അനുഭവിക്കുവാൻ ഇടയാക്കുമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. നിയമത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കുവാൻ മുതിരരുതെന്നും അധികാരത്തെ പ്രീതിപ്പെടുത്താതെ കാരുണ്യത്തിന്റെ വക്താക്കളാകുവാനും പാപ്പ പോലീസ് സേനയോട് നിർദ്ദേശിച്ചു. സ്വാതന്ത്ര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതിജ്ഞയാണ് സേനയുടെ ഭാഗമെന്ന നിലയിൽ ഓരോ നിയമപാലകരും എടുത്തിരിക്കുന്നത്. അത് ദൈവത്തിനും സഭയ്ക്ക് മുമ്പാകെയുള്ള അതെ എന്ന സ്ഥിരീകരണമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ എല്ലായ്പ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കണമെന്നും പാപ്പ പറഞ്ഞു. സേനയിലെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും പാപ്പ നന്ദിയോടെ അഭിവാദ്യം ചെയ്തിരുന്നു. ലിയോ 14 പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനം നവംബർ 27 ആരംഭിക്കും. നിക്ക എക്യുമെനിക്കൽ കൗൺസിലിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് പുരാതന നിക്കയിലെ ഇസ്നിക്കയിലേക്കുള്ള സന്ദർശനം ഉൾപ്പെടെ തുർക്കിയിലേക്കും ലെബനോനിലേക്കും പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക യാത്ര പ്രഖ്യാപിച്ചു. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെയാണ് സന്ദർശന ദിനങ്ങൾ. സഭയുടെ സുവർണ ചരിത്രത്തിന്റെ ഭാഗമായ നിക്ക എക്യുമെനിക്കൽ സൂനഹദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് തുർക്കിയിലേക്കും തുടർന്ന് യുദ്ധവും പ്രതിസന്ധികളും നിറഞ്ഞ ലെബനോനിലേക്കും പരിശുദ്ധ പിതാവ് തന്റെ ആദ്യ അപ്പസ്തോലിക സന്ദർശനം നടത്തും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നലെ ഒക്ടോബർ 7 വത്തിക്കാൻ വാർത്താ കാര്യാലയമാണ് പ്രസിദ്ധീകരിച്ചത്. സന്ദർശനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും വാർത്താ കാര്യാലയത്തിന്റെ ഡയറക്ടർ മത്തിയോ ബ്രൂണി അറിയിച്ചു. രാഷ്ട്രത്തലവന്റെയും രാജ്യത്തെ സഭാ അധികാരികളുടെയും ക്ഷണം സ്വീകരിച്ച് ലിയോ 14 പാപ്പ നവംബർ 27 മുതൽ 30 വരെ തുർക്കിയിലേക്ക് അപ്പസ്തോലിക യാത്ര നടത്തുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 1 നിക്ക സൂനഹദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് ഇസ്നിക്കിലേക്ക് തീർത്ഥാടനം നടത്തും. തുടർന്ന് രാഷ്ട്രത്തലവന്റെയും ലബനോനിലെ സഭാധികാരികളുടെയും ക്ഷണം സ്വീകരിച്ച് പരിശുദ്ധ പിതാവ് നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ രാജ്യത്തേക്ക് അപ്പസ്തോലിക യാത്ര നടത്തുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. വത്തിക്കാനിലെ തിരുപ്പിറവി അലങ്കാരങ്ങൾ ഇറ്റലിയും കോസ്റ്ററിക്കയും നടത്തും. ജൂബിലി വർഷമായി ആചരിക്കുന്ന ഈ വർഷം വത്തിക്കാനിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുത്തു. ട്രീക്കുള്ള മരം എത്തുക ഇറ്റലിയിലെ ബോൾസാനിയയിൽ നിന്നായിരിക്കും. വത്തിക്കാൻ സംസ്ഥാന ഭരണകാര്യാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ചതുരത്തിൽ വയ്ക്കുന്ന പുൽക്കൂട് ഇറ്റലിയിലെ സലേർണോ പ്രവിശ്യയും നൊച്ചെറോ ഇൻഫെരിയോറോ സാർണോ രൂപതയും സംഭാവന ചെയ്യും. പോളാറാമൻ ഹാളിലെ പുൽക്കൂട് കോസ്റ്ററിക്കയുടെ സംഭാവനയായിരിക്കും. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണത്തിൽ വയ്ക്കുവാനുള്ള ക്രിസ്തുമസ് സരളവൃക്ഷം ബോൾസാനോ സ്വയംഭരണ പ്രവിശ്യയിൽപ്പെട്ട ലംഗൂന്തോ ഉൾത്തിമോ എന്നീ നഗരസഭകളായിരിക്കും ഒരുക്കുക. ഈ മരത്തിന് 88 അടിയിലേറെ ഉയരമുണ്ടായിരിക്കും. ചതുരത്തിൽ ഒരുക്കുന്ന പുൽക്കൂട് സംഭാവന ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറെ ഇറ്റലിയിലെ സലേർണോ പ്രവിശ്യയും നൊച്ചെറോ ഇൻഫീരിയറോ സർണോ രൂപതയും സംയുക്തമായിട്ടാണ്. പ്രദേശത്തിന്റെ തനിമ തെളിഞ്ഞു നിൽക്കുന്ന വിധത്തിലായിരിക്കും തിരുപ്പിറവി രംഗാവിഷ്കാരം. വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ സമീപത്തുള്ള അതിവിശാലമായ പോളാറാമൻ ഹാളിൽ വയ്ക്കുന്ന പുൽക്കൂട് കോസ്റ്ററിക്കയുടെ സംഭാവനയായിരിക്കും. വത്തിക്കാൻ സംസ്ഥാന ഭരണകാര്യാലയം ഒക്ടോബർ 3 ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്.
അരനൂറ്റാണ്ടിനു ശേഷം സ്വിസ് ഗാർഡിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു മാർപ്പാപ്പ. ആയിരത്തി 1968 പോൾ ആറാമൻ പാപ്പയ്ക്ക് ശേഷം ഇതാദ്യമായാണ് സ്വിസ് ഗാർഡിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പങ്കെടുക്കുന്നത്. സ്വിസ് സൈനിക വിഭാഗത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലിയോ 14 പാപ്പ സംബന്ധിച്ച് സൈനികർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. റോം നഗരം ചരിത്രത്തിലൂടെയുള്ള അവിസ്മരണീയമായ ഒരു യാത്ര നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്നും എല്ലാറ്റിനുമുപരിയായി ക്രിസ്തുവിനെ അനുഗമിച്ച ആദ്യ സാക്ഷികൾ, രക്തസാക്ഷികൾ എന്നിവരുടെ ഓർമ്മ കൂടിയാണെന്നും പാപ്പ വ്യക്തമാക്കി. കർത്താവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ആന്തരിക ജീവിതം വളർത്തിയെടുക്കുവാനും ഇത് സഹായകരമാകട്ടെ എന്നും പാപ്പ ആഹ്വാനം ചെയ്തു. താഴ്മയുള്ളവരും അനുസരണയുള്ളവരുമായിക്കൊണ്ട് ക്രിസ്തുവിന്റെ പാഠശാലയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കുവാൻ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. സ്വിറ്റ്സർലൻഡിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്നവരുമാണെങ്കിലും ഒരു ഏകീകൃത ശരീരം രൂപപ്പെടുത്തുവാനും പരസ്പരം സുഹൃത്ത് ബന്ധത്തിന്റെ ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും സൈനികർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. 1506 വത്തിക്കാൻ സ്വിസ് ഗാർഡിന് രൂപം നൽകിയത്. വളരെ ചെറിയൊരു സംഘമാണെങ്കിലും ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു സൈനിക സംഘമാണ് സ്വിസ് ഗാർഡുകൾ. ഇവരുടെ യൂണിഫോമും പ്രശസ്തമാണ്. റോമിലെ ലൈബ്രറിയും മറ്റ് കത്തോലിക്ക സ്ഥാപനങ്ങളും ഡിജിറ്റൈസ് ചെയ്യാൻ വത്തിക്കാൻ. വത്തിക്കാൻ ലൈബ്രറിയിലെയും റോമിലെ മറ്റ് കത്തോലിക്ക സ്ഥാപനങ്ങളിലെയും രേഖകൾ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡിജിറ്റൈസ് ചെയ്യാനാണ് വത്തിക്കാൻ ഒരുങ്ങുന്നത്. ക്ലൗഡ് സെർവറുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ആവിർഭാവത്തിന് വളരെ മുമ്പ് തന്നെ മധ്യകാല കത്തോലിക്ക സന്യാസിമാർ കൈക്കൊണ്ടെഴുതിയ ഗ്രീക്ക്, ലാറ്റിൻ കയ്യെഴുത്തു പ്രതികളിലൂടെ ലോക ചരിത്രത്തിന്റെ ഭൗതിക പൈതൃകം സംരക്ഷിച്ചതാണ്. 15ാം നൂറ്റാണ്ടിൽ ഔപചാരികമായി സ്ഥാപിതമായ വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറി ഏകദേശം 80,000 കയ്യെഴുത്ത് പ്രതികളാണ് ഡിജിറ്റലൈസ് ചെയ്യാനൊരുങ്ങുന്നത്. ഇതിൽ 2 ദശലക്ഷം പുസ്തകങ്ങൾ, 1 ലക്ഷം ആർക്കൈവൽ രേഖകൾ, ദശലക്ഷക്കണക്കിന് നാണയങ്ങൾ, മെഡലുകൾ, ഗ്രാഫിക്സ് എന്നിവയും ഉൾപ്പെടുന്നു. 16ാം നൂറ്റാണ്ടിൽ ഒരു പൊതു ലൈബ്രറി ആയിരിക്കുക എന്നത് അസാധാരണ സംഭവമായിരുന്നു. നിക്കോളാസ് 5 മാർപ്പാപ്പ 1451 എഴുതിയ ഒരു കത്തിലൂടെയാണ് പണ്ഡിതന്മാരുടെ പൊതുസൗകര്യത്തിനായി ഒരു ലൈബ്രറിക്കായുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത്. വത്തിക്കാൻ ലൈബ്രറിയുടെ ദൗത്യം കൃതികൾ വായനക്കാർക്ക് ലഭ്യമാക്കുക, ഭാവിയിൽ വായനക്കാർക്കായി അവ സംരക്ഷിക്കുക എന്നിവയായിരുന്നു. പ്രതീക്ഷ എന്നത് തിരഞ്ഞെടുക്കലിലാണെന്ന് ലിയോ 14 പാപ്പ. പ്രേക്ഷിതരുടെയും കുടിയേറ്റക്കാരുടെയും ജൂബിലിയോടനുബന്ധിച്ചാണ് ലിയോ 14 പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ധീരമായ സുവിശേഷ ജീവിതത്തിന്റെ മാതൃകയായ അസീസിയിലെ വിശുദ്ധ ക്ലാര പുണ്യവതിയെ പാപ്പ അനുസ്മരിക്കുകയും ചെയ്തു. Gesù mostra ai discepoli le mani e il fianco con i segni della passione, perché esibire le ferite proprio davanti a chi in quelle ore drammatiche lo ha rinnegato e abbandonato? Perché non nascondere quei segni di dolore ed evitare di riaprire la ferita della vergogna? Eppure il Vangelo dice che vedendo il Signore i discepoli gioirono. Il motivo è profondo. Gesù è ormai pienamente riconciliato con tutto ciò che ha sofferto. Non c'è ombra di rancore. Le ferite non servono a rimproverare, ma a confermare un amore più forte di ogni infedeltà. Sono la prova che proprio nel momento del nostro venir meno Dio non si è tirato indietro, non ha rinunciato a noi. Così il Signore si mostra nudo e disarmato, non pretende, non ricatta,
Il suo è un amore che non umilia. È la pace di chi ha sofferto per amore e ora può finalmente affermare che ne è valsa la pena. Noi invece spesso mascheriamo le nostre ferite per orgoglio o per timore di apparire deboli. Diciamo, non importa, e tutto è passato, ma non siamo davvero in pace con i tradimenti da cui siamo stati feriti. ഒക്ടോബർ 4-5 തീയതികളിലായിരുന്നു പ്രേക്ഷിതരുടെയും കുടിയേറ്റക്കാരുടെയും ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. ജൂബിലി പ്രത്യാശയുടെ സമയമാണ്. ഹൃദയങ്ങൾക്ക് ക്ഷമയും കരുണയും കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു നിമിഷം. അങ്ങനെയെല്ലാം പുതിയതായി ആരംഭിക്കുവാൻ കഴിയും. ഈ വർഷം നാം ആരെ സേവിക്കണമെന്ന് നാം തിരഞ്ഞെടുക്കണം. നീതിയോ അനീതിയോ, ദൈവമോ പണമോ? പ്രതീക്ഷ എന്നത് തിരഞ്ഞെടുക്കലാണ്. ഒന്നാമതായി, നമ്മൾ മാറിയാൽ ലോകം മാറുന്നു. രണ്ടാമതായി, തിരഞ്ഞെടുക്കുവാൻ വിസമ്മതിക്കുന്നവർ നിരാശയിലേക്ക് വീഴുവാനുള്ള സാധ്യത കൂടുതലാണെന്നും പാപ്പ വിശദമാക്കി. ആത്മീയ ദുഃഖത്തിന്റെ ഏറ്റവും സാധാരണമായ അനന്തരഫലങ്ങളിലൊന്നാണ് അലസത, അതായത് ഒന്നും തിരഞ്ഞെടുക്കാതിരിക്കുക എന്നത്. അതനുഭവിക്കുന്ന വ്യക്തിയെ മരണത്തെക്കാൾ മോശമായ ഒരു ആന്തരിക അലസത പിടികൂടുന്നു. മറുവശത്ത് പ്രതീക്ഷിക്കുക എന്നത് തിരഞ്ഞെടുക്കലാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദാരിദ്ര്യം തിരഞ്ഞെടുത്തവരായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും വിശുദ്ധ ക്ലാരയെയും പാപ്പ അനുസ്മരിച്ചു. യുവജനത്തിനായും തന്നെ തന്നെയും ധനത്തെയും സേവിക്കാതെ ദൈവരാജ്യത്തിനും ദൈവനീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. E mostra che la risurrezione non è la cancellazione del passato, ma la sua trasfigurazione in una speranza di misericordia. E poi il Signore ripete, pace a voi, e aggiunge, come il Padre ha mandato me, anch'io mando voi. Con queste parole affida agli Apostoli un compito che non è tanto un potere quanto una responsabilità: essere nel mondo strumenti di riconciliazione. Come se dicesse: chi potrà annunciare il volto misericordioso del Padre se non voi che avete sperimentato il fallimento e il perdono? Gesù soffia su di loro. Questo è il cuore della missione della Chiesa: non amministrare un potere sugli altri, ma comunicare la gioia di chi è stato amato proprio quando non lo meritava. È la forza che ha fatto nascere e crescere la comunità cristiana. Uomini e donne che hanno scoperto la bellezza di tornare alla vita per poterla donare agli altri. Cari fratelli e sorelle, anche noi siamo inviati. Anche a noi il Signore mostra le sue ferite e dice: pace a voi. Non abbiate paura di mostrare le vostre ferite risanate dalla misericordia. Non temete di farvi prossimi a chi è chiuso nella paura o nel senso di colpa. Che il soffio dello Spirito renda anche noi testimoni di questa pace e di questo amore più forte di ogni sconfitta. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.